മൊണാലിസ ഒരൊറ്റ ദിവസം കൊണ്ട് ഇന്ത്യയുടെ മനം കവർന്നവൾ. വല്ലാത്തൊരു ആകർഷണീയതയുണ്ട് അവളുടെ മുഖത്തിന്. നക്ഷത്ര കണ്ണുകളും തേനിന്റെ നിറവുമുള്ള ഒരു കൊച്ചു സുന്ദരി. ചെമ്പൻ മുടിയിഴകൾ പാറിപ്പറക്കുന്നുണ്ട്. വല്ലാത്തൊരു വശ്യമായ പുഞ്ചിരിയാണ് അവൾക്ക്. ഒറ്റ തവണ അവളുടെ മുഖത്ത് നോക്കിയാൽ പിന്നെ കണ്ണെടുക്കാൻ തോന്നാത്ത അത്രയ്ക്കും ഒരു സൗന്ദര്യമുണ്ട്. മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശിനിയായിട്ടുള്ള 17കാരിയാണ് അവൾ. 144 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയില് രുദ്രാക്ഷവും മുത്തുമാലകളും വിറ്റു നടന്നിരുന്ന അവൾ ഒരു ക്യാമറ കണ്ണുകളിൽ പതിയുകയാണ്. അതിനുശേഷം സോഷ്യൽ മീഡിയ അവളെ ഏറ്റെടുത്തു എന്നുള്ളതാണ്. പിന്നെ അങ്ങോട്ടേക്ക് വൈറലായി അവളെ ഇന്ത്യ ഏറ്റെടുത്തു എന്നുള്ളതാണ്. അത് ഇപ്പോൾ വല്ലാത്തൊരു ശല്യമായിട്ടുണ്ട് അവൾക്ക് അവളുടെ തൊഴിൽ ചെയ്യാൻ പറ്റാത്ത അത്രയ്ക്ക് തിരക്കാണ്. ആളുകൾ അവളെ കാണാനായിട്ട് കൂട്ടം കൂടി വരികയാണ്. അവളോടൊപ്പമുള്ള ബൈറ്റ്സ് എടുക്കാനും ഫോട്ടോ എടുക്കാനും റീൽസ് എടുക്കാനും ഒക്കെ വല്ലാത്തൊരു തിരക്ക് അനുഭവപ്പെടുകയാണ്. ഇപ്പോൾ അവൾക്ക് തോന്നുന്നുണ്ട് അവളുടെ സൗന്ദര്യം ഒരു ശാപമായി പോയോ എന്നുള്ളത്. കാരണം ഈ കാണാൻ വരുന്നവരൊന്നും അവളുടെ കയ്യിൽ നിന്ന് മാല മേടിക്കുന്നില്ലല്ലോ. ഒരുപക്ഷെ ഈ കാണാൻ വരുന്നവരും ഫോട്ടോ എടുക്കുന്നവരോടുമൊക്കെ മാല വാങ്ങാൻ പറയാനായിട്ടുള്ളൊരു ഗട്ട്സ് അവൾക്ക് ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അവളുടെ ജീവിതം ഈ ഒരു കുംഭമേള കൊണ്ട് മാറി മറിഞ്ഞേക്കാം. ഇപ്പം തന്നെ അവളുടെ ജീവിതം മറിയാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം അത്രയ്ക്കും ഒരു സൗന്ദര്യമാണ് അവൾക്ക്. ഐശ്വര്യ റായിയെ പോലെ അവളെ കാണാൻ സാമ്യതയുണ്ടെന്ന് വരെ പലരും പറയുന്നുണ്ട്. അവളുടെ കണ്ണുകൾക്ക് അത്രയേറെ തിളക്കമാണ്. അതുകൊണ്ട് തന്നെ സിനിമാ ഇൻഡസ്ട്രിയും മോഡലിംഗ് ഇൻഡസ്ട്രിയും ഒക്കെ ഒരു പക്ഷേ അവളെ കൊത്തിക്കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ഭാഗ്യം അവൾക്കുണ്ടാവട്ടെ അല്ലേ. ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഏറെ ശോചനീയമായ ഒരു അവസ്ഥയാണ്. ടെൻറ്റിലൊക്കെയാണ് അവർ താമസിക്കുന്നത്. പക്ഷേ എങ്കിലും അവർ ഏറെ സന്തോഷവതിയാണ്. അച്ഛനമ്മമാരോടൊപ്പം അതുപോലെ സഹോദരങ്ങളോടൊപ്പം വളരെ എൻജോയ് ചെയ്താണ് അവൾ ജീവിക്കുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസം പോലും നേടിയിട്ടില്ല, സ്കൂളിലൊന്നും പോയിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പം സ്കൂളിലൊന്നും പോയിട്ടില്ലെങ്കിലും വളരെ ചെറുപ്രായം തൊട്ട് തന്നെ ഇതുപോലുള്ള ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി മാല വിറ്റ് ഉപജീവനമാർഗം നടത്തുന്ന ഒരു കുട്ടിയാണ്, അധ്വാനശീലയാണ്. അപ്പം അവളുടെ ജീവിതത്തിൽ ഈ ഒരു വൈറൽ ആയതിനു ശേഷം എന്തെങ്കിലും ഒരു മാറ്റം ജീവിത സാഹചര്യങ്ങളിൽ വരാൻ സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വരട്ടെ അല്ലേ. അവളുടെ ജീവിതം നല്ല നിലയിലാവാനായിട്ട് അവളുടെ സൗന്ദര്യം കൊണ്ട് സാധിക്കുകയാണെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. അപ്പം മൊണാലിസയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ സൽമാൻ ഖാനാണ്. ഐശ്വര്യ റായിയെ പോലെ ആവാനാണ് അവൾക്ക് ആഗ്രഹം. സിനിമയിലൊക്കെ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും മാതാപിതാക്കൾക്ക് അതിനോട് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെ മറികടന്നുകൊണ്ട് സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോകുന്നില്ല എന്നാണ് അവൾ പറയുന്നത്. അപ്പം മാതാപിതാക്കളോട് ഏറെ ഭയഭക്തി ബഹുമാനമുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പം ഇന്ത്യ കണ്ടെടുത്ത ഈ ഒരു മണിമുത്തിനെ ഇനിയും നല്ല നല്ല ജീവിതത്തിൽ നല്ല നല്ല ഉന്നതികളിൽ എത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അവളെ കാണുമ്പോഴും അവളുടെ ഈ ഒരു അനുഭവം പങ്കുവെക്കുമ്പോഴും എന്താണെന്ന് അറിയില്ല, എനിക്കും വല്ലാത്തൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്ക് മൊണാലിസയെക്കുറിച്ച് എന്താണ് അഭിപ്രായമെന്നും അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായമെന്നും ഉള്ള കമൻസ് തീർച്ചയായും രേഖപ്പെടുത്തണം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.